ഇന്ന് കുഴപ്പമില്ല. ഓണമൊക്കെ അങ്ങനെ സാമാന്യം ഭേദപ്പെട്ട രീതിയിലൊക്കെ കടന്നുപോയി. വീട്ടില് ഓണത്തിന്റെ ആഘോഷമൊന്നും ഇല്ലായിരുന്നു. അമ്മയുടെ ഒരു മരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നാളുകളെ ആയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയാ, ഒരു മീഡിയം ലെവലില് കാര്യങ്ങളൊക്കെ അങ്ങനെ കടന്നുപോയി എന്ന് മാത്രം. അതാണ് ഇപ്പൊ ഓണത്തെ കുറിച്ച് പൊതുവെ അല്ലെങ്കിലും വ്യക്തിപരമായിട്ട് ഈ ആഘോഷങ്ങൾക്കൊന്നും വലിയ ഒരു പ്രസക്തി പണ്ടും എനിക്ക് ഉണ്ടാവാറില്ല. കാരണം എല്ലാ ഈ ആഘോഷങ്ങളൊക്കെ വല്ലാതെ ഓവറാകുമ്പോൾ അതിന്റെ ഒരു ഹാങ് ഓവർ സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഈ ഒരു മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഹാങ് ഓവറുകളും ഒഴിവാക്കപ്പെടേണ്ടതാണെന്നുള്ളതാണ്. എന്തോ വ്യക്തിപരമായിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഇപ്രാവശ്യം സ്വാഭാവികമായിട്ടും അത് ആഘോഷിക്കാനുള്ള ഒരു അവസരം ഇല്ലാതെയും അങ്ങനെ പോയി. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം നന്നായിട്ട് തന്നെ പോയി. ഇന്നിപ്പോ രാത്രി ശനിയാഴ്ച നമ്മുടെ ബിഗ് ബുക്കിനെ കുറിച്ച് സംസാരിക്കാനുള്ള ദിവസമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് ശാരീരികമായിട്ടൊക്കെ ഇച്ചിരി ഒരു ചുമയും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ തൽക്കാലമൊക്കെ മാറി നിൽക്കുന്നു. അതൊക്കെയാണ് പൊതുവില് ആമുഖമായിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മളെ ബിഗ് ബുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ 3 അധ്യായങ്ങൾ നമ്മൾ കഴിഞ്ഞു, പൂർത്തിയായി. 4-മത്തെ അധ്യായമായ നിരീശ്വരവാദികളായ ഞങ്ങൾ എന്നുള്ള വി എഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്ററാണ് നമ്മളിനി തുടരാനുള്ളത്. അപ്പൊ നമ്മള് കഴിഞ്ഞ 3 അധ്യായം സാമാന്യഗതിയിൽ നമ്മള് പറയുന്നത് എന്താന്ന് വെച്ചാല് 1, 2, 3 അധ്യായങ്ങള് നമ്മള് ബിഗ് ബുക്ക് സ്റ്റെപ്പ് സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് നമ്മൾ വിവരിക്കുകയാണെങ്കിൽ 1-മത്തെ പടിയെ കുറിച്ചാണ് ഈ 3 അധ്യായങ്ങളും പൂർണ്ണമായിട്ടും നമ്മളോട് പങ്കുവയ്ക്കുന്നത്. അപ്പൊ അത് 3 അധ്യായങ്ങള് 1-ാം പടി എന്നൊക്കെ പറയുമ്പം അത് എത്രമാത്രം നമ്മൾ വിശദീകരിച്ചു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും അത് നമ്മൾ വീണ്ടും ഒന്ന് ഓർക്കേണ്ടതാണ്. അതിലിപ്പം അധ്യായങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മൾ ഡോക്ടർ സിരിക്കുവരത്തിന്റെ അഭിപ്രായം മുതൽ നമ്മളൊന്ന് കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ മദ്യാസക്തി എന്ന് പറഞ്ഞ രോഗം എത്രമാത്രം അത് തീവ്രതയുള്ളതാണ് എന്ന് ഡോക്ടറുടെ ഭാഷയിൽ നമ്മളോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു ഇതൊരു ശാരീരികമായ അലർജിയും മാനസികമായ ഒരു വിധേയത്വവും സൃഷ്ടിക്കുന്നതാണ്. മറ്റൊന്ന്, ഇതിന്റെ ഒരു പ്രത്യേകമായ രോഗലക്ഷണങ്ങൾ, ഒരു ആർത്തിയോട് കൂടിയിട്ടുള്ള ഒരു കുടി നമ്മളെ പോലുള്ള ആളുകളുടെ മാത്രം ഒരു പ്രത്യേകതയായിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. പിന്നെ വൈദ്യശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, അതിന്റെ ഒരു പ്രാധാന്യം, തലച്ചോറ് ശുദ്ധീകരിക്കുന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം നമ്മളോട് പറയുകയുണ്ടായി. അത് വളരെ നിർബന്ധവുമാണ്. അങ്ങനെയൊക്കെ ഒരു സാമാന്യം നമ്മളോട് പറഞ്ഞ് മുന്നോട്ട് പോയ അതിന് ശേഷമാണ് നമ്മൾ ആ ബില്ലിന്റെ കഥ നമ്മൾ വായിക്കുന്നത്. അപ്പൊ ബില്ലിന്റെ കഥയില് ബില്ലിന്റെ ആ ഒരു ആദ്യകാലത്തുണ്ടായ അദ്ദേഹത്തിന്റെ ഒരുപാട് ദുരന്തമായ അനുഭവങ്ങൾ, ആ പ്രഭാതത്തിന് മുമ്പുള്ള ഇരുട്ട് അതിഭീകരമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ആ പ്രഭാതത്തിന് മുമ്പുള്ള ഇരുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സുബോധത്തിന് മുമ്പുള്ള മദ്യപാന കാലഘട്ടത്തെയാണ് അദ്ദേഹം അത് ചിന്തിച്ചത്. അത് പലതരത്തിലും ഒരുപാട് അസാധാരണമായ കഴിവുകളും സാധ്യതകളൊക്കെ ഉള്ള ആളാണെങ്കിൽ പോലും മദ്യം അത്രമേൽ നമ്മളെ കീഴ്പ്പെടുത്തുന്നു എന്നുള്ള ഒരു ഒരു വല്ലാത്ത ഒരു ഇൻഫർമേഷനാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അങ്ങനെ അദ്ദേഹം ഒരുപാട് ചികിത്സ എടുക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ 3-മത്തെയോ 4-മത്തെ ചികിത്സയിലാണ് സിൽക്ക് വർത്തിന്റെ അടുത്ത് നിന്ന് അദ്ദേഹം 1934 ഡിസംബർ 11-ന് വിൽ ഡബ്ല്യു സോബറാവുന്ന ഒരു കഥ. ആ ഒരു ബില്ലിന്റെ കഥ എന്ന് പറഞ്ഞ് നമ്മൾ വായിച്ച അധ്യായത്തിലൂടെ അദ്ദേഹം ഏതാണ്ട് പടികളിലൂടെയൊക്കെ പൂർണ്ണമായിട്ട് തന്നെ സഞ്ചരിക്കുന്നതിന്റെ ഓരോരോ ഘട്ടങ്ങൾ നമുക്ക് വരികൾക്കിടയിൽ നിന്ന് നമുക്ക് വിവരിച്ചെടുക്കാൻ നമ്മൾ ശ്രമിച്ചു. അപ്പം ഏതാണ്ടൊരു മദ്യാസക്തന്റെ ഒരു ചിത്രം നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകാം. പക്ഷേ ഒരു തീർത്തും ഒരു മദ്യാസക്തനായി തീർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇത്തരം ചില അനുഭവങ്ങളിൽ നിന്നോ പങ്കുവയ്ക്കലിൽ നിന്നോ അയാൾക്ക് പൂർണ്ണമായിട്ടും സ്വയം ഒരു മദ്യാസക്തനാണെന്ന് അംഗീകരിക്കാനോ
അത് സ്വീകരിക്കാനോ അയാൾക്ക് ചിലപ്പം പറ്റാതെ വരുന്നു. അപ്പോഴാണ് കുറച്ചും കൂടി വിശദമായിട്ട് തന്നെ ആ വിഷയത്തെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ there is a solution, ഇതിനൊരു പരിഹാരമുണ്ട് എന്നുള്ള ഒരു തലക്കെട്ടോടു കൂടി നമ്മളുടെ രണ്ടാമത്തെ അധ്യായം നമ്മൾ എങ്ങനെയൊക്കെയാണ് മദ്യപിച്ചത്, എങ്ങനെയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു, എത്രമാത്രം നമ്മൾ പരാജയപ്പെട്ടു എന്നൊക്കെ പ്രതിപാദിക്കുന്ന വളരെ വിശദമായിട്ട് തന്നെ ബന്ധപ്പെടുന്ന മറ്റൊരു അധ്യായമായ രണ്ടാമത്തെ അധ്യായം നമ്മൾ സമഗ്രമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. പരസ്പരം യോജിച്ച് പ്രവർത്തിക്കാവുന്ന സർവസമ്മതമായ സഹോദരങ്ങളെ പോലെ പ്രവർത്തിക്കുന്ന ഒരു സർവസമ്മതമായ ഒരു കൂട്ടായ്മ, അതാണ് ആ ഒരു പരിഹാരം ഞങ്ങൾ കണ്ടെത്തി എന്നുള്ള ഒരു വാർത്തയാണ് നമ്മൾ കൂടുതലായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കി. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മദ്യാസക്തന്റെ ആ ഒരു പ്രശ്നം കുടിയല്ല, ചിന്തകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം ഒരു കഥ വായിക്കുന്നത് പോലെ വായിച്ചതിന് ശേഷം ആ വീണ്ടും സൂത്രശാലിയായിട്ടുള്ള ആ മറ്റൊരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നു. അവിടെയാണ് മദ്യാസക്തിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചിലപ്പോൾ മതിയാവാതെ വന്നതുകൊണ്ടും കുറച്ചും കൂടി ഒരു വിശദീകരണം ആവശ്യമാണെന്ന് തോന്നിയിട്ടാണ് ഫ്രെഡിന്റെയും ചിമ്മിന്റെയും ഒക്കെ കഥകള്, നമ്മുടെ സൈക്കിള് എന്താ പറയാ റോഡ് ക്രോസ് ചെയ്യുന്ന, കണ്ണടച്ച് റോഡ് ക്രോസ് ചെയ്യുന്ന ആളുടെ കഥകള് ഇത്യാദി കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തീർത്തും ഒന്നുകൂടി ആഴത്തിൽ ആട്ടി ഉറപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ മൂന്നാമത്തെ അധ്യായം നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരവസ്ഥ. അപ്പം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ ഏതാണ്ട് ഇപ്പൊ ഒരു മദ്യാസക്തനാണ്, എൻ്റെ ജീവിതം അനിയന്ത്രിതമായി എന്ന് പറയുന്ന ഒന്നാമത്തെ പടിയുടെ ഘട്ടം ഇനിയും നമുക്ക് സംശയലേശമന്യേ നമ്മളത് അംഗീകരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കണം നമ്മളുടെ 3 അധ്യായത്തിന്റെ വായന കടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്നാണ് പൊതുവിൽ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ പരിഹാരമാണ് അല്ലെ. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ രോഗത്തെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി നമുക്ക് പരിഹാരമാണ്. അപ്പൊ പരിഹാരം എന്താണെന്ന് വെച്ചാൽ അതാണ് നമ്മളുടെ രണ്ടാമത്തെ പടി. നമ്മളെക്കാൾ വലിയൊരു ശക്തിക്ക് മാത്രമേ, അല്ലെങ്കിൽ നമ്മളെക്കാൾ വലിയ ശക്തിക്ക് നമ്മളെ ബോധവാനാക്കാൻ സാധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ 4-ാമത്തെ അധ്യായം പൂർണ്ണമായിട്ടും രണ്ടാമത്തെ പടിക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുക. അപ്പൊ അത് നമുക്കൊന്ന് വായിച്ച് സാമാന്യം നമുക്കൊന്ന് വഴിക്കാം. വായിക്കാൻ ആരാച്ചാല് ഒന്ന് മുന്നോട്ട് വരിക. നിരീശ്വരവാദികളായ ഞങ്ങൾ അമിത മദ്യപാനാസക്തിയെ പറ്റി കഴിഞ്ഞ അധ്യായങ്ങളിൽ നിന്ന് കുറെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അമിത മദ്യപാനാസക്തനും അമിത മദ്യപാനാസക്തനല്ലാത്ത മദ്യപനും തമ്മിലുള്ള വ്യത്യാസം ഞങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു എന്നാണ് കരുതുന്നത്. മദ്യത്തിൽ നിന്ന് മുക്തി നേടാൻ സത്യസന്ധമായി നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ, നിങ്ങൾക്കത് പൂർണ്ണമായി സാധിക്കാതെ വരുമ്പോഴോ, കുടിക്കുന്ന അളവിന്റെ കാര്യത്തിൽ ഒട്ടും നിയന്ത്രണമില്ലാതിരിക്കുമ്പോഴോ നിങ്ങൾ മിക്കവാറും ഒരു അമിത മദ്യപാന രോഗിയാണ്. അതാണ് സ്ഥിതിയെങ്കിൽ ആധ്യാത്മികമായ അനുഭവത്തിലൂടെ മാത്രം കീഴ്പ്പെടുത്താവുന്ന ഒരു രോഗം മൂലം നിങ്ങൾ ക്ലേശിക്കുന്നുണ്ടാവും. ഒരു നാസ്തികനോ നിരീശ്വരവാദിയോ ആണെന്ന് സ്വയം കരുതുന്ന ഒരാൾക്ക് അത്തരത്തിലുള്ള അനുഭവം അസാധ്യമായിട്ടാണ് കാണപ്പെടാറുള്ളത്. പക്ഷെ അയാൾ അതേ നിലയിൽ തുടരുക എന്നുള്ളത് വിനാശകരമാണ്. പ്രത്യേകിച്ചും പ്രതീക്ഷയറ്റ തരത്തിൽപ്പെട്ട ഒരു കുടിയനാണ് അയാളെങ്കിൽ. ഒന്നുകിൽ അമിത മദ്യപാന രോഗിയായി മരിക്കാൻ വിധിക്കപ്പെടുക, അല്ലെങ്കിൽ ആത്മീയമായ അടിസ്ഥാനത്തിൽ ജീവിക്കുക. ഇവയിൽ ഒന്ന് മാത്രം മുമ്പിൽ ഉണ്ടായിരിക്കുന്ന അവസ്ഥ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എപ്പോഴും എളുപ്പമായ ഒന്നല്ല. എന്നാൽ അത് അത്രമാത്രം ബുദ്ധിമുട്ടുള്ള ഒന്നല്ല. ആരംഭകാലത്തെ ഞങ്ങളുടെ കൂട്ടായ്മയിലെ പകുതിയോളം പേർ ശരിക്കും ഈ രീതിയിലുള്ളവരായിരുന്നു. ഞങ്ങൾ യഥാർത്ഥത്തിലുള്ള മദ്യപാന രോഗികളല്ല എന്ന പ്രതീക്ഷയിന്മേൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞങ്ങളിൽ ചിലർ ആദ്യമൊക്കെ ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ആത്മീയ അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിതം പടുത്തുയർത്തിയേ പറ്റൂ, അല്ലെങ്കിൽ അപകടമാണ് എന്ന വസ്തുത ഞങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. ഒരുപക്ഷെ നിങ്ങൾക്കും ആ വഴി മാത്രമായിരിക്കും ഉള്ളത്. എന്നാൽ ഉന്മേഷവാന്മാരായി സമാധാനിക്കും. ഞങ്ങളിൽ പകുതി പേരും
നാസ്തികരോ നിരീശ്വരവാദികളോ ആണെന്ന് സ്വയം കരുതിയിരുന്നവരാണ്. നിങ്ങൾ മനസമാധാനം നഷ്ടപ്പെടേണ്ടവരാകണ്ടെന്നാണ് ഞങ്ങളുടെ അനുഭവം കാണിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഉണ്ണി. അപ്പൊ നമ്മള് നിരീശ്വരവാദികളായ ഞങ്ങൾ എന്നുള്ള അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു അല്ലേ. അതിന്റെ തുടക്കത്തിൽ പറയുന്ന കാര്യം ഇതാണ്. എന്താണ്? നമ്മൾ കഴിഞ്ഞ ഈ 3 അധ്യായത്തെ പറ്റി ഇപ്പൊ തന്നെ ഒന്നുകൂടി വിശദീകരിച്ചല്ലോ നമ്മള്. അപ്പൊ അതിലൊക്കെ സാമാന്യം നമ്മൾ പറഞ്ഞു ആരാണ് മദ്യപാന രോഗി, ആരാണ് മദ്യാസക്തൻ, അല്ലാത്തവരാരായിരിക്കാം എന്ന് നമുക്ക് അതിൽ നിന്നൊക്കെ നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള വലിയൊരു വിശദീകരണമാണ് നമ്മൾക്ക് കഴിഞ്ഞ മുൻ അധ്യായങ്ങളിൽ നിന്നൊക്കെ നമുക്ക് നൽകിയത്. അപ്പം മദ്യത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടണമെന്ന് സത്യസന്ധമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അത് പൂർണ്ണമായിട്ട് സാധിക്കാതെ വരുമ്പോഴൊക്കെ ആ ഒരു നിയന്ത്രണമൊക്കെ നഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അതാണ് സ്ഥിതിയെങ്കിൽ അയാൾക്ക് ആത്മീയപരമായ കാര്യങ്ങളിലൂടെ മാത്രം കീഴ്പ്പെടുത്തുന്ന ഒരു രോഗവുമായിട്ട് അയാൾ ഏറ്റുമുട്ടുന്നുണ്ടാകും എന്നാണ് അതിന്റെ ആ ഒരു തുടക്കത്തിൽ നമ്മളോട് പറയുന്നത് 4-ാമത്തെ അധ്യായം. അപ്പം പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നാസ്തികൻ, അതായത് നിരീശ്വരവാദി, നാസ്തികൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ ഈ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയുന്ന ആ ഒരു ഘട്ടത്തിലുള്ള ഒരാള്, അതല്ലെങ്കിൽ ദൈവമില്ല എന്ന് വാദിക്കുന്ന ഒരാള് എന്നൊക്കെ കരുതുന്ന ഒരാൾക്ക് നമ്മൾ ഈ പറഞ്ഞ പ്രകാരത്തിലുള്ള അനുഭവങ്ങൾ അസാധ്യമായിട്ടാണ്, ഇത്തരം മാർഗങ്ങളൊക്കെ അസാധ്യമായിട്ടാണ് തോന്നാറുള്ളത്. പക്ഷേ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതേ നിലയിൽ തുടരുക എന്ന് പറയുമ്പോൾ അയാൾ ഒന്നിലേക്ക് കുടിച്ച് മരിക്കേണ്ടി വരും. അതല്ലെങ്കിൽ അതേ നിലയിൽ തുടരുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതൊക്കെ എന്താണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിനാശകരമായ ഒരു കാര്യമായിട്ടാണ് നമ്മളെ മുമ്പിലുള്ളത്. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിൽ ജീവിക്കണമല്ലോ. പക്ഷേ ഈ ഒരു പ്രതീക്ഷയറ്റ തരത്തിൽപ്പെട്ട ഒരു കുടിയനാണ് അയാളെങ്കിൽ ഒന്നെങ്കിൽ അയാൾ എന്തായി മാറും, അമിത മദ്യപാന രോഗി ആയിട്ട് മരിക്കാൻ വിധിക്കപ്പെടുക, അല്ലെങ്കിൽ ആത്മീയപരമായ അടിസ്ഥാനത്തിൽ അയാൾ ജീവിക്കാം. അപ്പൊ ഇവയിൽ ഒന്ന് മാത്രം മുമ്പിൽ ഉണ്ടായിരിക്കുന്ന അവസ്ഥ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എപ്പോഴും എളുപ്പമായ ഒരു കാര്യമല്ല. നമുക്ക് വായുകൊണ്ടൊക്കെ പറയാൻ പറ്റും, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയാൻ ഒക്കെ പറ്റും. പക്ഷെ മദ്യാസക്തന്റെ ആ തലച്ചോറ് അത്തരം രോഗങ്ങൾ കൊണ്ട് നിറഞ്ഞതായതുകൊണ്ട് ഇതൊന്നും ഒരു സാധാരണ രീതിയിൽ എളുപ്പമായിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയായിട്ടല്ല നമ്മൾ കാണാറുള്ളത് എന്ന് ചുരുക്കം. കാരണം എന്താ വെച്ചാല് നമ്മൾ ഒരുപാട് പല പരീക്ഷണങ്ങളും നടത്തിയിട്ടുള്ള ആളുകളായിരിക്കും. ഈ നാസ്തിക പ്രകൃതമായിട്ടുള്ള ആളുകളൊക്കെ പല തങ്ങന്മാരെടുത്തും അതുപോലെ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ നേർച്ചയും അതൊക്കെ നടത്തിയിട്ട് പലതരത്തില് പരാജയപ്പെട്ട ആളുകളുണ്ടാവും. എന്നാലും അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. കാരണം ആൽക്കഹോളിക് അനോണിമസിന്റെ ആരംഭകാലത്ത് ഇത്തരം ആളുകളൊക്കെ നമ്മളല്ലേ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിലുള്ള ആളുകളൊക്കെ ധാരാളം ആളുകൾ ആൽക്കഹോളിക് അനോണിമസിൽ ഇത്തരക്കാരാണ് വന്നിരുന്നത് എന്നുള്ളതാണ് ചരിത്രത്തിൽ പറയുന്നത്. ഏതാണ്ട് പകുതിയോളം പേര് ഇങ്ങനെയുള്ളവരായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥത്തിലുള്ള ഒരു മദ്യപാന രോഗികളല്ല എന്ന പ്രതീക്ഷയിന്മേൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞങ്ങളിൽ ചിലർ ആദ്യമൊക്കെ ഈ പ്രശ്നത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിരുന്നു. കാരണം ഇതൊരു ആത്മീയ പ്രോഗ്രാമാണ് എന്നൊക്കെ പറയുമ്പം ഞങ്ങൾക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചവരായിരുന്നു പകുതിയിലേറെ പേര്. പക്ഷേ ആത്മീയ അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിതം പടുത്തുയർത്തിയേ പറ്റൂ, അല്ലെങ്കിൽ അത് അപകടകരമാണ് എന്ന വസ്തുത എന്താണ് നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. കാരണം എന്താ,
വേറെ മാർഗമില്ല. കാരണം ഈ മനുഷ്യന് ജീവനോട് കൂടി നിലനിൽക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു ഗത്യന്തരമില്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്ന ഒരാളുടെ കഥയായിട്ടാണ് അത് പിന്നീട് മാറുന്നത്. പക്ഷെ ഒരുപക്ഷെ ഈ വായിക്കുന്ന നിങ്ങൾക്കും ആ വഴി മാത്രമായിരിക്കും ഉള്ളത്. എന്നാൽ ഉന്മേഷവാന്മാരായി സമാധാനിക്കൂ. ഞങ്ങളിൽ പകുതി പേരും നാസ്തികരോ നിരീശ്വരവാദികളോ ആണെന്ന് സ്വയം കരുതിയിരുന്നവരാണ്. നിങ്ങൾ മനസ്സമാധാനം ആകേണ്ടെന്നാണ് ഞങ്ങളുടെ അനുഭവം കാണിക്കുന്നത്. ഇതില് പൊതുവെ നമ്മളുടെ പടികളിലേക്കൊക്കെ കടക്കുന്ന പഴമക്കാരാവട്ടെ, പുതുമക്കാരാവട്ടെ, അല്ലെങ്കിൽ ഇനിയും എയിലേക്ക് എത്തിപ്പെടാത്ത ഒരു വായനക്കാരനാവട്ടെ, എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു മുൻവിധികള് ഇതൊക്കെ നമുക്ക് നടക്കുവോ? ഇതൊക്കെ ഇതിനേക്കാളും നല്ല പിന്നെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ പോരെ എന്നൊക്കെ ഉള്ള ചില ജൽപ്പനങ്ങളും വാദഗതികളൊക്കെ മുന്നോട്ട് വയ്ക്കും. പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട. അതൊക്കെ നമ്മളുടെ ഇടയിൽ ഉണ്ടാവുന്ന സർവ്വസാധാരണമായ ചില കാര്യങ്ങളായിട്ട് മാത്രം അതിനെ പരിഗണിച്ചാൽ മതി എന്നാണ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും മനസമാധാനം നഷ്ടപ്പെടേണ്ടവരാകേണ്ടെന്നാണ് ഈ പ്രായോഗികമായ പരിചയം നമ്മളെ കാണിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മളോട് പറയുന്നത്. അപ്പം ഒരു തുറന്ന മനസ്ഥിതിയോട് കൂടി നമ്മളതിനെ കാണാനുള്ള ഒരു ശ്രമമാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഒരു ദൈവത്തെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് വരണമെങ്കിൽ ഒരു തുറന്ന മനസ്ഥിതി നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കുക എന്നാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ ഇനി ബാക്കിയുള്ള ഭാഗം ഒന്ന് വായിച്ചോളൂ ആരെങ്കിലും, പ്ലീസ്. ഞാൻ വായിക്കാം. ഓക്കെ. സദാചാര നിഷ്ഠകളോ ഉത്കൃഷ്ട ജീവിത തത്വശാസ്ത്രമോ മദ്യപാനാസക്തിയെ മറികടക്കുന്നത് മതിയാകുമായിരുന്നെങ്കിൽ പലരും എത്രയോ നേരത്തെ രോഗവിമുക്തനായേനെ. എത്ര ശ്രമിച്ചിട്ടും അത്തരം നിഷ്ഠകൾക്കും തത്വങ്ങൾക്കുമൊന്നും ഞങ്ങളെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി. സദാചാര നിഷ്ഠയുള്ളവരായി ജീവിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഈ തത്വസംഹിതകളാൽ സമാശ്വസിപ്പിക്കപ്പെടുന്നവരാകാൻ, അതിനായി ആഗ്രഹിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. സത്യത്തിൽ ഞങ്ങളുടെ സർവശക്തിയും ഉപയോഗിച്ച് ഈ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ആഗ്രഹങ്ങളാൽ ശ്രദ്ധാപൂർവം നയിക്കപ്പെട്ട ഞങ്ങളുടെ മാനുഷികമായ കഴിവുകൾ അപര്യാപ്തമായിരുന്നു. അവ ദയനീയമായി പരാജയപ്പെട്ടു. വേണ്ടത്ര ശക്തിയുടെ അഭാവം, അതായിരുന്നു ഞങ്ങളുടെ ഗതികേട്. ഞങ്ങൾക്ക് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാൻ വേണ്ട ഒരു സാഹചര്യം നൽകുന്ന ഒരു ശക്തിയെ കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. അതാകട്ടെ വളരെ സ്പഷ്ടവും ഞങ്ങളെക്കാൾ മഹത്തായ ഒരു ശക്തിയായിരിക്കേണ്ടതും ഉണ്ടായിരുന്നു. പക്ഷെ എവിടെ, എങ്ങനെ ഈ ശക്തിയെ ഞങ്ങൾക്ക് കണ്ടെത്താനാകും? അതെ, ഈ ഗ്രന്ഥം ശരിക്കും അതിനു വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രാപ്തിയുള്ള നിങ്ങളെക്കാൾ വലിയൊരു ശക്തിയെ കണ്ടെത്തുക എന്നതാണ് ഈ ഗ്രന്ഥത്തിന്റെ പ്രധാന ഉദ്ദേശം. അതായത്, ഞങ്ങളുടെ വിശ്വാസപ്രകാരം ആത്മീയവും സദാചാരപരവും എന്ന് കരുതുന്ന ഒരു ഗ്രന്ഥം രചിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം തീർച്ചയായും ഞങ്ങൾ ദൈവത്തെ പറ്റി ചർച്ച ചെയ്യാൻ പോകുന്നുവെന്നാണ്. നാസ്തികരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബുദ്ധിമുട്ടുകൾ തലപൊക്കുന്നു. പലപ്പോഴും ഞങ്ങളൊരു പുതിയ ആളിനോട് മദ്യപാനാസക്തിയെ പറ്റിയും ഞങ്ങളുടെ കൂട്ടായ്മയെ പറ്റിയും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പ്രതീക്ഷയും പ്രത്യാശയും കൊണ്ട് അയാളുടെ മുഖം ചെമന്ന് വികസിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആത്മീയ കാര്യങ്ങളെ പറ്റി ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ, പ്രത്യേകിച്ച് ഞങ്ങൾ ദൈവത്തെ പരാമർശിക്കുമ്പോൾ, അയാളുടെ മുഖം താഴുന്നു. എന്തുകൊണ്ടെന്നാൽ അയാൾ എന്നേക്കുമായി ഉപേക്ഷിച്ചിരുന്നതും പൂർണ്ണമായും അവഗണിച്ചിരുന്നതും എന്ന് കരുതിയ ഒരു വിഷയം ഞങ്ങൾ വീണ്ടും അയാളുടെ മുമ്പിൽ തുറന്നു കഴിഞ്ഞു. മതി. ഓക്കെ, താങ്ക് യു രാജേഷേ. താങ്ക് യു. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പം നമുക്ക് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത്
വളരെ കോമൺ ആയിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു പ്രധാന പോയിന്റാണ്. അതായത് സദാചാര നിഷ്ഠകളോ ഉത്കൃഷ്ടമായ തത്വശാസ്ത്രങ്ങളൊക്കെ മദ്യപാനാസക്തിയെ മറികടക്കാൻ സഹായിക്കുമായിരുന്നെങ്കിൽ നമ്മളൊക്കെ എത്രയോ മുമ്പ് തന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് മുക്തമായേനെന്നാണ്. അപ്പൊ അത് പൊതുവെ നമ്മളിപ്പോ ഒരു മദ്യാസക്തന്റെ മുമ്പിൽ നമ്മൾ പ്രത്യക്ഷപ്പെടുമ്പം നമ്മൾ അയാളോട് പറയുമ്പം അയാളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഇങ്ങനെയാണ്. അതിപ്പോ റോളൻ ഡച്ചിനും അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. റോളൻ ഡച്ച് കാളിയമ്മനോട് പറഞ്ഞ ഒരു ചരിത്രം ഉണ്ടല്ലോ നമ്മുടെ മുമ്പില്. കാരണം ഡോക്ടർ, ഞാനും ഒരു വളരെ വലിയ വിശ്വാസിയാണ്, ഞാനും പള്ളിയിൽ സ്ഥിരം സന്ദർശകനാണ്, അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന ഒരാളാണ് എന്നൊക്കെ പറയുന്ന ഒരു തരത്തിൽ നിന്ന് ഡോക്ടർ ഒരു മറുപടി പറയുന്നുണ്ട്. നീ ഇപ്പോൾ നിലനിർത്തുന്ന ഈ ഒരു വിശ്വാസത്തിനൊന്നും നിന്റെ ഈ രോഗത്തെ മറികടക്കാൻ പര്യാപ്തമാവില്ല എന്ന് പറയുന്ന ഒരു ഘട്ടം. അപ്പൊ അതുപോലെ നമ്മളുടെ ധാരാളം ആളുകൾ, നമ്മൾ ദിവസവും, ഇപ്പൊ ഞാനാണെങ്കിൽ ദിവസവും രാവിലെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയിട്ടാണ് ആദ്യം ബാറിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടിക്കാലം മുതൽ തന്നെ നമ്മൾ ആചരിച്ചു വരുന്ന ചില ആചാരങ്ങളോ വിശ്വാസങ്ങളോ നമ്മളുടെ ചില രീതികളെല്ലാം നമ്മളിൽ ഉണ്ടായിരുന്നു. ഏറെക്കുറെ മദ്യാസക്തരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദയ, അതുപോലെ ധർമ്മം, ഇങ്ങനെയുള്ള കരുണ, സ്നേഹം, ഇതൊക്കെ സഹായമൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ട ആളുകളുമാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് തെറ്റിദ്ധരിക്കും. നമുക്ക് നല്ല സദാചാര നിഷ്ഠകളും അതുപോലെ ഒരുപാട് തത്വശാസ്ത്രങ്ങളൊക്കെ നമ്മൾ നിലനിർത്തിയ ആളുകളാണെന്നുള്ള പൊതുവെയുള്ള ഒരു വിലയിരുത്തല് നമുക്കുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ എന്താ പറയാ, ഈ ഈ ആളുകള് നല്ല ഇപ്പൊ ശബരിമലയ്ക്ക് മാലയിട്ട് ശബരിമലയ്ക്ക് പോയി തിരിച്ചു വന്ന് ഉടനെ തന്നെ വീട്ടിൽ കയറുന്നതിന് മുമ്പ് ബാറിൽ പോകുന്ന ആളുകള്, അല്ലെങ്കിൽ പമ്പയിൽ നിന്ന് തന്നെ മാല ഊരി വെള്ളം അടിക്കുന്ന ആളുകള്, ഹജ്ജിന് പോയി വന്നിട്ട് സംസം വെള്ളമൊക്കെ ആയിട്ട് വീട്ടിലെത്തിയിട്ട് ഉടനെ പോയിട്ട് അതും കൂട്ടി മദ്യപിച്ച ആളുകളുടെ കഥകള്, ഇങ്ങനെ ധാരാളം അനുഭവങ്ങള് ഈ ചെയ്ത ആളുകളൊക്കെ നമ്മളോട് പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ മദ്യപാനാസക്തിയെ മറികടക്കാൻ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുമായിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്നോ രക്ഷപ്പെട്ടു പോകേണ്ട കേസ് കെട്ടുകളാണ്. പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് എത്ര ശ്രമിച്ചിട്ടും അത്തരം നിഷ്ഠകൾക്കൊന്നും എന്താ പറയുക, തത്വങ്ങൾക്കൊന്നും നമ്മളെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുത നമ്മൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സദാചാര നിഷ്ഠയുള്ളവരായിട്ട് ജീവിക്കാനൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ തത്വസംഹിതകളാൽ സമാശ്വസിപ്പിക്കപ്പെടുന്നവരാകാൻ അതിനായി ആഗ്രഹിക്കാനും ഞങ്ങൾക്ക് എന്താ പറയാ സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ സദാചാര നിഷ്ഠയുള്ളവരായി ജീവിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. പക്ഷെ ഈ തത്വസംഹിതകളാൽ സമാശ്വസിപ്പിക്കപ്പെടുന്നവരാകാൻ അതിനായി ആഗ്രഹിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. അതായത് സത്യത്തിൽ ഞങ്ങളുടെ സർവ്വശക്തി ഉപയോഗിച്ച് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും നമുക്ക് ഈ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ നമുക്കുണ്ട്. പക്ഷെ ആഗ്രഹങ്ങളാൽ ശ്രദ്ധാപൂർവം നയിക്കപ്പെട്ട ഞങ്ങളുടെ മാനസികമായ കഴിവുകൾ അപര്യാപ്തമായിരുന്നു. അവ ദയനീയമായി പരാജയപ്പെട്ടു. അതായത് നമ്മളുടെ ഇച്ഛാശക്തി ഉപയോഗിച്ച് നമ്മൾ പല മാർഗങ്ങളും നമ്മൾ പരീക്ഷിച്ചു നോക്കിയതാണ്. പക്ഷെ അതൊക്കെ ദയനീയമായിട്ട് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബിഗ് ബുക്കിലൊക്കെ ഇവിടെ പറയുന്ന പോലെ മദ്യത്തിൽ നിന്ന് അയാളെ അകറ്റി നിർത്താൻ, ആദ്യത്തെ കുടിയിൽ നിന്നൊക്കെ അയാളെ മാറ്റി നിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആ ഒരു ശക്തിക്ക് മാത്രമേ കഴിയുള്ളൂ എന്നുള്ളത് നമ്മളോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പൊ ഇവിടെ നമ്മളെ ഈ ഒരു പ്രധാനമായിട്ട് ഈ അധ്യായം ഒരു 10 വട്ടമെങ്കിലും വായിക്കണം എന്ന് പൊതുവെ ചില സ്പോൺസികളോട് നിരന്തരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഈ ഒരു വളരെ സങ്കീർണമായ ഒരു വിഷയമാണ്. നമ്മള് പൊതുവിൽ തന്നെ നമ്മുടെ രണ്ടാമത്തെ പടിയാണ് നമ്മളുടെ റിക്കവറിയുടെ ആ 12 പടികളിൽ എന്താണോ പറയുന്നതിന്റെ ആശയം മുഴുവൻ ഞങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ദൈവം എന്ന 4 വാക്കിലാണ് നമ്മളുടെ റിക്കവറിയെ പൂർണ്ണമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു വേണ്ടത്ര ശക്തിയുടെ അഭാവം, ഇപ്പൊ നമ്മളൊക്കെ ദൈവവിശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞു നടന്ന ആളുകൾക്ക് പോലും നിരീശ്വരവാദികളെക്കാളും മോശപ്പെട്ട ചില അവസ്ഥകളായിരുന്നു മനസ്സിൽ എന്നുള്ളത് നമ്മളൊന്ന് ശരിക്കും മനസ്സിലാക്കിയാൽ അത് വ്യക്തമാവും.
അപ്പൊ അതുകൊണ്ട് തന്നെ ആ വേണ്ടത്ര ശക്തിയുടെ അഭാവം അതായിരുന്നു നമ്മളുടെ രോഗത്തിന്റെ പ്രധാന കാരണമായിട്ട് നമ്മളോട് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ട ഒരു സാഹചര്യം നൽകുന്ന ഒരു ശക്തിയെ കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. അപ്പൊ നമ്മളുടെ വിശ്വാസങ്ങളൊക്കെ ഒരർത്ഥത്തിൽ പറഞ്ഞാല് ഒരു അർദ്ധ മനസ്സായിരുന്നു, അല്ലെങ്കിൽ അതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു കപടതയായിരുന്നു എന്നൊക്കെ നമുക്ക് വ്യക്തമാവുന്ന തരത്തിലാണ് ഇത്തരം പഠനങ്ങളൊക്കെ നമ്മളെ വഴിതിരിച്ചു വിടുന്നത്. അതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ വേണ്ട ഒരു സാഹചര്യം നൽകുന്ന ഒരു ശക്തിയെ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. അപ്പൊ ഒരു ഉറച്ച കോൺഫിഡന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് സഹായം ലഭിക്കുന്ന തരത്തിലുള്ള ഒരു ശക്തിയെ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. അതാകട്ടെ വളരെ സ്പഷ്ടമായി ഞങ്ങളെക്കാൾ മഹത്തായ ഒരു ശക്തി ആയിരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എവിടെ, എങ്ങനെ ഈ ശക്തിയെ നമുക്ക് കണ്ടെത്താനാവും? അതാണ് നമ്മളെക്കാൾ ഒരു മഹത്തായ ശക്തിയെ നമുക്ക് എവിടെയാണ് കണ്ടെത്താനാവുക എന്നുള്ള ഒരു ചോദ്യം സാധാരണ രീതിയിൽ നമ്മളുടെ ഇടയിലൊക്കെ ഉണ്ടാവുന്നതാണ്. അതെ, ശരിയാണ്. അപ്പൊ ഈ ഒരു ഗ്രന്ഥം ശരിക്കും അതിന് വേണ്ടിയിട്ടുള്ള, അതായത് ബിഗ് ബുക്ക് എന്ന് പറഞ്ഞ ഈ പുസ്തകത്തിന്റെ പൂർണ്ണമായ ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു പരമപ്രധാനമായ ആ റിക്കവറിയുടെ ഒരു അടിത്തറ എന്ന് നമ്മൾ പറയുന്ന ആ നമ്മളെക്കാൾ ഒരു വലിയ ശക്തിയെ കണ്ടെത്താൻ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഈ പുസ്തകം പൂർണ്ണമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ പ്രാപ്തിയുള്ള നമ്മളെക്കാൾ വലിയൊരു ശക്തിയെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ പ്രമേയമായിട്ട്, തന്നെ പ്രധാന ഉദ്ദേശമായിട്ട് നമ്മളോട് പറയുന്നത്. അതായത് ഞങ്ങളുടെ വിശ്വാസപ്രകാരം ആത്മീയവും സദാചാരവും എന്ന് കരുതുന്ന ഈ ഒരു ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഏതിനു വേണ്ടിയിട്ട്? ഏത് പ്രകാരത്തിലുള്ള ആളുകളാവട്ടെ, അവർക്ക് പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന, അതായത് ആ രീതിയിലാണ് ഈ ഒരു പുസ്തകം രചിച്ചത് തന്നെ. അപ്പൊ അതിന്റെ അർത്ഥം തീർച്ചയായും ഞങ്ങൾ ദൈവത്തെ പറ്റി ചർച്ച ചെയ്യാൻ പോകുന്നു എന്നാണ്. സംശയമില്ല. ഇനി ഇതിനങ്ങോട്ട് ദൈവം ദൈവം എന്നുള്ള ആ ഒരു പ്രയോഗം, അത് എന്താ പറയാ, മുന്നോട്ട് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പൂർണ്ണമായിട്ട് സംസാരിക്കുന്നത്. അപ്പം ഈ നാസ്തികരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ വീണ്ടും വീണ്ടും തലപൊന്തിക്കും. അയാള് നല്ലതൊന്നും പൂർണ്ണമായിട്ട് കേൾക്കൂല. അപ്പോഴേക്കും അത് അങ്ങനെയല്ലേ, രാവണന്റെ മുകളിൽ 10 തലയുള്ളത്, എന്താണത്, മൂപ്പരെ ഒട്ടിച്ചു വെച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില എന്താ പറയാ, പരിഹാസ രൂപത്തിലുള്ള മറുപടികളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പല ആളുകളിൽ നിന്നും. അപ്പൊ അത്തരത്തിലുള്ളതൊക്കെ അവിടെ തലപൊന്തിക്കും. അപ്പൊ പലപ്പോഴും ഞങ്ങളൊരു പുതിയ ആളോട് മദ്യപാന ആസക്തിയെ പറ്റിയും അയാളുടെ കൂട്ടായ്മയെ പറ്റിയൊക്കെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പ്രതീക്ഷയും പ്രത്യാശയും കൊണ്ട് അയാളുടെ മുഖം, അല്ലെങ്കിൽ അയാളുടെ മുഖം ചുമന്ന് വികസിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് നമ്മളുടെ നിരീശ്വരവാദികളും നാസ്തികരൊക്കെ ആയിട്ടുള്ള ആളുകളെടുത്ത് നമ്മളിത് വീണ്ടും വീണ്ടും ഈ ദൈവത്തിന്റെ ആ ഒരു പ്രാധാന്യവും നമ്മൾ ആ വലിയ ശക്തിയുടെ പ്രാധാന്യമൊക്കെ പറയുമ്പോൾ അവർ മുഖം ഇങ്ങനെ ചുവന്ന് ആകെ ഇതാവുന്നത് ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട്. ആത്മീയ കാര്യങ്ങളെ പറ്റി ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ, പ്രത്യേകിച്ച് ഞങ്ങൾ ഒന്നാമത്തെ ദൈവത്തെ പരാമർശിക്കുമ്പോൾ അയാളുടെ മുഖം താഴുന്നു. എന്തുകൊണ്ടെന്നാൽ അയാൾ എന്നേക്കുമായി ഉപേക്ഷിച്ചിരുന്നതും പൂർണ്ണമായി അവഗണിച്ചിരുന്നതും എന്ന് കരുതിയ ഒരു വിഷയം ഞങ്ങൾ വീണ്ടും അയാളുടെ മുമ്പിലേക്ക് തുറന്നു കഴിഞ്ഞു. അപ്പം ഒരു പരിധി വരെ അയാള് ഈ നമ്മള് ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ രൂക്ഷമായ രീതിയിൽ അയാളുടെ മാനസികമായ സംഘർഷങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം അയാൾ അതുവരെ അയാളുടെ തുറന്നിട്ടുള്ള രീതികൾ എന്താ വെച്ചാൽ അത്തരം ഒരു ആശയവുമായിട്ടാണ് അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, നിരീശ്വരവാദവും ഇതൊക്കെ. അപ്പൊ അയാളോട് നമ്മൾ ഈ ഒരു ദൈവം ദൈവം എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന വല്ലാത്തൊരു വിരക്തി അയാളിൽ നിന്ന് കാണാൻ കഴിയും. പക്ഷെ അയാൾ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചിരുന്നതും പൂർണ്ണമായും അവഗണിച്ചിരുന്നതുമായ ഒരു വിഷയമാണ് ഇത്തരക്കാരുടെ മുമ്പിലേക്ക് നമ്മൾ വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം. അത്
തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടേണ്ടതാണ്. അതൊക്കെയാണ് നമ്മളുടെ മുമ്പിലുള്ള വലിയ ഒരു ചാലഞ്ച് ആയിട്ടൊരു ഫാക്ടേഴ്സ്. അപ്പൊ അത് നമ്മൾ വളരെ ഗൗരവമായിട്ട് വരികളും വരികൾക്കിടയിലൊക്കെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ പടികളെയും ബന്ധിക്കുന്ന വിഷയങ്ങളൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും എന്നാണ് നമ്മളോട് പറയുന്നത്. തീർച്ചയായിട്ടും അടുത്തൊരു പേജും കൂടി ആരെങ്കിലും വായിക്കുക. അയാളുടെ തോന്നൽ എന്ന് തുടങ്ങിയിട്ട് വായിക്കും പ്ലീസ്. അയാളുടെ തോന്നൽ എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അയാളുടെ ആത്മാർത്ഥമായ സംശയങ്ങളും മുൻവിധികളും ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളിൽ ചിലർ കഠിന മതവിരോധികളായിട്ടുണ്ട്. കുട്ടിക്കാലത്ത് ആരോ ചിലർ ധരിപ്പിച്ച ഒരു പ്രത്യേക ആശയം എന്ന നിലയിലാണ് ഞങ്ങളിൽ ചിലർ ദൈവം എന്ന പദത്തെ കണ്ടത്. ഒരുപക്ഷെ ദൈവത്തെ പറ്റിയുള്ള ധാരണ മതിയാകാതെ വന്നതുകൊണ്ടാകാം ഈ ആശയം ഞങ്ങൾ തിരസ്കരിച്ചത്. ആ തിരസ്കരണം കൊണ്ട് ദൈവം എന്ന ആശയം തന്നെ പൂർണ്ണമായും ഉപേക്ഷിച്ചതായി ഞങ്ങൾ സങ്കല്പിക്കുന്നു. ഞങ്ങളെക്കാൾ വലിയൊരു ശക്തിയിൽ വിശ്വസിക്കുകയും അതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നത് ബലഹീനതയോ ഭീരുത്വം പോലുമോ ആണെന്ന ചിന്തയാൽ ഞങ്ങൾ ക്ലേശിച്ചു. ഈ ലോകത്തിലെ പരസ്പരം പടവെട്ടുന്ന മനുഷ്യരുടെയും പരസ്പരം പൊരുതുന്ന ദൈവശാസ്ത്ര സമ്പ്രദായങ്ങളുടെയും മറ്റ് അവാച്യങ്ങളായ അത്യാഹിതങ്ങളുടേതുമായ ഈ ലോകത്തെ ഞങ്ങൾ അവിശ്വാസത്തോടെയാണ് വീക്ഷിച്ചിരുന്നത്. ദൈവികത്വമുള്ളവരെന്ന് സ്വയം അവകാശപ്പെടുന്നവരെ ഞങ്ങൾക്ക് പുച്ഛമായിരുന്നു. ഒരു പരമോന്നതമായ ശക്തിക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്തു ചെയ്യുവാനാണ്? മാത്രവുമല്ല, എങ്ങനെ ആയാലും ആർക്കാണ് ഈ പരമോന്നത ശക്തിയെ ഗ്രഹിക്കുവാൻ പറ്റുന്നത്? എന്നിരുന്നാലും ചില നിമിഷങ്ങളിൽ നക്ഷത്രങ്ങളുള്ള രാത്രിയുടെ ശോഭയിൽ അറിയാതെ ആകൃഷ്ടരാകുമ്പോൾ ഇതൊക്കെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് സ്വയം ഞങ്ങൾ ചിന്തിക്കുന്നതായി അനുഭവപ്പെട്ടിട്ടുണ്ട്. ആ അവസരങ്ങളിൽ ആദരവോടുകൂടിയ ഭയവും അത്ഭുതവും തോന്നിയിരുന്നു. എന്നാൽ അവ ക്ഷണികവും പെട്ടെന്ന് മാഞ്ഞു പോകുന്നതുമായ ഒന്നായിരുന്നു. അതെ, നാസ്തിക പ്രകൃതക്കാരായ ഞങ്ങൾക്കെല്ലാം തന്നെ ഇതുപോലെ വിചാരങ്ങളും അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളത് നിങ്ങളുടെ ആവർത്തിച്ചുള്ള അറിവിനായി വിവരിക്കാം. മുൻവിധികൾ മാറ്റി എപ്പോൾ ഞങ്ങളെക്കാൾ ഒരു വലിയ ശക്തിയെ വിശ്വസിക്കാനുള്ള ആഗ്രഹം നിങ്ങൾ പ്രകടിപ്പിച്ചുവോ അപ്പോൾ മുതൽ ഞങ്ങളിൽ ആർക്കും തന്നെ പൂർണ്ണമായും ദൈവം എന്ന ആ ശക്തിയെ നിർവചിക്കാനോ ഗ്രഹിക്കുവാനോ കഴിഞ്ഞില്ലെങ്കിലും ബലം കിട്ടാൻ തുടങ്ങി. മറ്റുള്ളവരുടെ ധാരണയിലുള്ള ദൈവത്തെ ഞങ്ങൾ പരിഗണിക്കേണ്ട കാര്യമില്ലെന്ന് ഞങ്ങൾ കണ്ടെത്തിയത് വളരെ ആശ്വാസം നൽകി. ഞങ്ങളുടെ തന്നെ ധാരണ അത് എത്ര തന്നെ അപര്യാപ്തമാണെങ്കിൽ കൂടിയും ദൈവത്തെ സമീപിക്കുന്നതിനും ആ ശക്തിയുമായി സമ്പർക്കം പുലർത്തുന്നതിനും മതിയാകുമായിരുന്നു. സൃഷ്ടിൻമുഖമായ ഒരു സത്തയുടെ അഥവാ സമഗ്രമായി എല്ലാ വസ്തുക്കളുടെയും നിദാനമായ ഒരു പ്രപഞ്ച ശക്തിയുടെ നിലനിൽപ്പ് അംഗീകരിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ഒരു പുതിയ ഉണർവ് ഉൾക്കൊള്ളുന്നവരും കൂടുതൽ ലക്ഷ്യബോധമുള്ളവരുമായി മാറി. ഇതിന് മറ്റു ചില ലളിതമായ നടപടികൾ മാത്രമേ എടുക്കേണ്ടിയിരുന്നുള്ളൂ. തന്നെ തേടുന്നവരോട് ദൈവം അതികഠിനമായ വ്യവസ്ഥകളൊന്നും ആവശ്യപ്പെടുന്നില്ലെന്ന് ഞങ്ങൾ കണ്ടു. ഞങ്ങൾക്ക് ആത്മീയ തലം എന്നാൽ വിസ്തൃതവും എല്ലാം ഉൾക്കൊള്ളുന്നതും ഒരിക്കലും ഒന്നിനെയും പുറന്തള്ളാത്തതും ആത്മാർത്ഥമായി അന്വേഷിക്കുന്ന ആരെയും തടയാത്തതുമായ ഒന്നാണ്. എല്ലാ മനുഷ്യർക്കും വേണ്ടി തുറന്നു കിടക്കുന്ന ഒന്നാണ് അതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ പറ്റി ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അർത്ഥമാക്കുന്നത് നിങ്ങളുടെ തന്നെ ധാരണയുള്ള ദൈവത്തെയാണ്. ആത്മീയമായി ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾ കാണുന്ന എല്ലാ ആശയങ്ങൾക്കും ഇക്കാര്യം ബാധകമാണ്. ആത്മീയ കാര്യങ്ങൾക്കെതിരെയുള്ള മുൻവിധികളൊന്നും തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് സ്വയം ചോദിക്കുന്നതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കരുത്. തുടക്കത്തിൽ ഇത് മാത്രമായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി വന്നത്. ഞങ്ങളുടെ ആത്മീയ വളർച്ച ആരംഭിക്കുന്നതിനും ഞങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ദൈവവുമായുള്ള ബോധപൂർവമായ ബന്ധം പൂർണ്ണമായി പ്രാവർത്തികമാക്കുന്നതിനും തുടക്കത്തിൽ ഇത് മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അതീതമെന്ന് കരുതിയിരുന്ന പലതും ഞങ്ങൾ സ്വയം സ്വീകരിച്ചു തുടങ്ങിയതായി കണ്ടു. അത് വളർച്ചയായിരുന്നു. വളരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും തുടങ്ങണമായിരുന്നു. അതുകൊണ്ട് എത്ര തന്നെ പരിമിതമായിരുന്നുവെങ്കിലും ഞങ്ങളുടെ സ്വന്തം ധാരണ ഉപയോഗപ്പെടുത്തി. ഓക്കെ, താങ്ക് യു ഉണ്ണി. അപ്പൊ അതുകൊണ്ട് നമുക്കിനി അടുത്ത അതിന്റെ തുടർച്ച
നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു ഗ്രന്ഥം തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? നമ്മളുടെ പരിഹാരമായ നമ്മളെക്കാൾ ഒരു വലിയ ശക്തിയെ നമ്മൾ ശരിയായ രീതിയിൽ കണ്ടെത്തുകയും അത് നമുക്ക് എന്താ പറയാ നമ്മുടെ പ്രശ്ന പരിഹാരത്തിന് ഉതകുന്ന രീതിയിലേക്ക് അത് ഉപയോഗപ്പെടുകയും വേണം. അപ്പൊ അതിന് ഏതൊക്കെ തരത്തിലുള്ള ആളുകളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നാസ്തികരും നിരീശ്വരവാദികളൊക്കെ നമ്മൾ പറഞ്ഞെങ്കിൽ പോലും നമുക്ക് തീർച്ചയായിട്ടും അതേ ഒരു മാർഗമുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ തുടക്കത്തിലൊക്കെ ചില വിമുഖത കാണിച്ചാൽ പോലും മുന്നോട്ട് പോകെ നമ്മൾ തീർച്ചയായിട്ടും അതുമായിട്ട് അഴുകി ചേരുകയല്ലാതെ പ്രശ്ന പരിഹാരത്തിന് മറ്റു മാർഗങ്ങളൊന്നും ഇല്ല എന്ന് ആദ്യമേ തന്നെ അസന്നിഗ്ധമായിട്ട് നമ്മളോട് പറയുകയാണ്. പിന്നെ അയാളുടെ തോന്നല് എന്താണെന്ന് നമ്മൾക്കറിയാം. ഇങ്ങനെയൊക്കെ പറയുമ്പം ഈ നിരീശ്വരവാദികളുടെ മുഖമൊക്കെ ചുവന്ന് കാണുമ്പോൾ അയാളുടെ തോന്നൽ എന്താണെന്നൊക്കെ നമുക്ക് അറിയാം. അയാള് ആത്മാർത്ഥമായ സംശയങ്ങളും മുൻവിധികളൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു. കാരണം എന്താ, ഞങ്ങൾ ചിലർ ഭയങ്കരമായ മതവിരോധികളായിട്ടുള്ള ആളുകളുണ്ട്. ചില ആളുകൾ എന്ത് തന്നെ പറഞ്ഞാലും ഒരു രക്ഷയില്ലാത്ത ആളുകളുണ്ട്. കുട്ടിക്കാലത്ത് നമുക്ക് ചിലരൊക്കെ നമുക്ക് പകർന്നു തന്ന ചില ആശയങ്ങൾ ഇപ്പൊ നമുക്ക് തന്നെ അറിയാലോ. ഇപ്പൊ ജനിച്ചു കഴിയുമ്പോഴാണല്ലോ മനുഷ്യൻ മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്നൊക്കെ പാട്ട് വരെ നമ്മൾ കേട്ടതല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ജനിച്ചതിന് ശേഷമാണല്ലോ നമ്മൾ ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്നൊക്കെ നമുക്ക് തന്നെ ഇപ്പം വീട്ടുകാരിടുന്ന പേരും അതൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ അതിനെ ആ രീതിയിലായി തീരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് ആരോ ധരിപ്പിച്ച ചില പ്രത്യേക ആശയം എന്ന നിലയിലാണ് നമ്മളൊക്കെ ദൈവം എന്ന പദത്തെ പോലും കണ്ടത് അല്ലെ. ഇപ്പൊ ഒരു ക്രിസ്ത്യാനിക്ക് ഒരു അമ്പലം കാണുമ്പോൾ പ്രത്യേകിച്ച് ഇതൊന്നും തോന്നാനുള്ള സാധ്യതയില്ല. അതുപോലെ തന്നെയാണ് ഒരു ഹിന്ദുവിന് ഒരു മുസ്ലിം പള്ളി കാണുമ്പോൾ അയാൾക്ക് പ്രത്യേകിച്ച് ഒരു വികാരമൊന്നും ഉണ്ടാവേണ്ട കാര്യമൊന്നും വരാറില്ല പൊതുവെ. ഇതൊക്കെ കുട്ടിക്കാലം മുതൽ ഉണ്ടാകുന്ന ചില പ്രത്യേകമായ ചില ആശയങ്ങൾ അടിച്ചേൽപ്പിച്ചതിന്റെ ഫലമായിട്ടുള്ള ചില ധാരണകളാണ്. അപ്പം നമ്മളില് ഈ ദൈവം എന്ന ഈ പദത്തെയൊക്കെ നമ്മൾ അങ്ങനെയാണ് കണ്ടത്. ഒരുപക്ഷെ ദൈവത്തെ പറ്റിയുള്ള ധാരണ മതിയാകാതെ വന്നതുകൊണ്ടാകാം ഈ ആശയങ്ങളൊക്കെ നമ്മൾ തിരസ്കരിച്ചത്. നമുക്കിപ്പം ആൽക്കഹോളിക് അനോണിമസിൽ വരുന്ന ഒരാൾക്ക് ഇതൊന്നും തന്നെ വ്യക്തമാകാത്ത തന്നെ അയാൾ ഒരു പൊതുവായ ഒരു വിശ്വാസത്തിലേക്കൊക്കെ വരും. ഏതിനോടും ഒരു പൊതുവായ ഒരു സമീപനമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഒരു തുടക്കം കുറിക്കാനൊക്കെ സാധിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മളില് രൂഢമൂലമായ അല്ലെങ്കിൽ അടിയുറച്ചു നിൽക്കുന്ന ചില സൈദ്ധാന്തികമായ സിദ്ധാന്തങ്ങളൊക്കെ നമ്മളെ വീണ്ടും നമ്മളെ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അവിടെയാണ് നമ്മൾ നേരത്തെ വായിച്ച വേണ്ടത്ര ശക്തിയുടെ അഭാവം അതായിരുന്നു നമ്മളുടെ രോഗത്തിന്റെ പ്രധാന കാരണം എന്നൊക്കെ നമ്മളോട് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ദൈവം എന്ന ആശയത്തെ പറ്റി മതിയാകാതെ വന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള തിരസ്കരണം നമ്മളിൽ സംഭവിച്ചത്. അപ്പൊ ആ തിരസ്കരണം കൊണ്ട് ദൈവം എന്ന ആശയം തന്നെ പൂർണ്ണമായും ഉപേക്ഷിച്ചതായിട്ട് ചിലപ്പോൾ നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ട്. കാരണം ഇതൊരു വേണ്ടത്ര ഒരു ഗുണമൊന്നുമില്ല. നമ്മള് എന്താ പറയാ, ഒന്നും വേണ്ട രീതിയിൽ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനൊന്നും കഴിയാതെ നമ്മൾ അത് ഇതും കുറെ നാമസങ്കീർത്തനങ്ങളോ കുറെ ഹല്ലേലൂയൊക്കെ പാടി നമ്മൾ നടന്നെങ്കിലും അതൊന്നും നമ്മളിലേക്ക് അത് വേണ്ടത്ര സ്വാധീനം ചെലുത്താൻ അത് പറ്റിയിട്ടില്ല. ഒന്നാമത്തായിട്ടുള്ള കാരണം നമ്മൾ അതിന് വേണ്ടത്ര ഗൗരവം നമ്മൾ കൊടുത്തിട്ടുമില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യം. അപ്പം നമ്മളെക്കാൾ വലിയൊരു ശക്തിയിൽ വിശ്വസിക്കുകയും അതിനെ ആശ്രയിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു ബലഹീനതയായിട്ട് നമ്മൾ പൊതുവെ ഒരു ഭീരുത്വം പോലെയൊക്കെയാണ് എന്ന ചിന്തയിൽ നമ്മൾ ഒരുപാട് ക്ലേശിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം അതിനൊക്കെ ഇപ്പൊ ഒരു ദൈവത്തെ പലപ്പോഴും നമുക്കതൊക്കെ ഒരു ഒരു ജാള്യത, ഒരു തരം വേഷം കെട്ടലൊക്കെ ആയിട്ട് ഉള്ളിൽ നമുക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏത് വന്നതിന് ശേഷം തുടക്കത്തിൽ ചില ആളുകൾക്ക് ഉണ്ടാവുന്ന വലിയൊരു പ്രശ്നമാണ് ശരിയായ രീതിയിൽ നമുക്ക് അതുമായിട്ടൊന്ന് ഇഴകിച്ചേരാൻ പറ്റാത്തൊരവസ്ഥ. ഏത് അമ്പലത്തിൽ പോയാലും നമുക്ക് തോന്നും ഇവിടെ കല്ലല്ല ഇരിക്കണേ, ഈ കല്ലിന്റെ ഉള്ളിൽ ഇപ്പൊ ദൈവം ഉണ്ടോ? അവിടെ ഒരു കുരിശ് കണ്ടാലും ഇപ്പൊ കുരിശിന്റെ മുകളിൽ യേശു ഉണ്ടോ? എന്നൊക്കെ ഉള്ള ഒരു പെട്ടെന്നുള്ള ഒരു പ്രത്യേകമായ ഒരു ചിന്തകള്, ഒരു വല്ലാത്ത തത്വചിന്താപരമായ കാര്യങ്ങളൊക്കെ നമ്മളെ വല്ലാതെ ഇത്തരം ശരിയായ ആ കാര്യങ്ങൾ കണ്ടെത്തുന്നതിൽ നിന്ന് നമ്മളെ പുറകോട്ടടിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ലോകത്തിലെ പരസ്പരം പടവെട്ടുന്ന മനുഷ്യരുടെയും പരസ്പരം വെറുതുന്ന ദൈവശാസ്ത്ര സമ്പ്രദായങ്ങളെയൊക്കെ മറ്റു അവാച്യങ്ങളായ അത്യാഹിതങ്ങളുടേതുമായി ഈ ലോകത്തെ ഞങ്ങൾ അവിശ്വാസത്തോടെയാണ്
വീക്ഷിച്ചിരുന്നത്. നമുക്ക് അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് അതിന് കറക്റ്റ് നിമിത്തമായിട്ട് ചില കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. ചില അമ്പല കമ്മിറ്റികളുടെ അടി, ചില കോടതി വിധികള്, ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് കാണിക്കുന്ന സമരങ്ങളും അടികളും, ഇതൊക്കെ ശരിയായ ആ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാനൊരു പ്രധാനമായ ഒരു ഉപാധിയായിട്ട് മദ്യാസക്തൻ പെട്ടെന്ന് കടന്നു പിടിക്കുകയും ചെയ്യും. കാരണം അവന് എവിടെന്നെങ്കിലും രക്ഷപ്പെടണം. ഇതൊന്നും അയാളുടെ മനസ്സിലേക്ക് അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് രണ്ടാമത്തെ പടിയിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, വിശ്വാസം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളല്ല, അയാൾക്ക് പെട്ടെന്ന് തന്നെ ഒരു വിശ്വാസം കടന്നു വരാൻ എളുപ്പമാണ്. രണ്ടാമത്തെ പ്രശ്നം, വിശ്വാസിയായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും വിശ്വാസമുള്ള ഒരാൾക്കും പ്രശ്നമില്ല. പക്ഷേ വേറൊരു ആളുകളുണ്ട്, രണ്ടും കെട്ട ആളുകൾ. കാരണം അവർ മുമ്പ് ഒരുപാട് വിശ്വസിക്കുകയും അതിന്റെ ഇടവേളകളിൽ ചില വിശ്വാസങ്ങളൊക്കെ അപ്രത്യക്ഷമാവുകയും ചെയ്ത ഒരു വലിയൊരു വിഭാഗം ആളുകൾ ആൽക്കഹോളിക് അനോണിമസിലുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ശരിയായ ഒരു വിശ്വാസത്തിലേക്ക് വരിക എന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കരമായ കഠിനമായ ഒരു അവസ്ഥയാണ്. കാരണം പല മാർഗങ്ങളും പരീക്ഷിച്ച് നോക്കിയിട്ട് ദൂരെ കളഞ്ഞവരാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളമാണ് ഈ ഒരു അധ്യായം വളരെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അപ്പം കാരണം എന്താ വെച്ചാല്, അവർക്ക് ഒരു പരമോന്നതമായ ശക്തിക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുവാനാണ്, മാത്രമല്ല എങ്ങനെയായാലും ആർക്കാണ് ഈ പരമോന്നതമായ ശക്തിയെ ഗ്രഹിക്കുവാൻ പറ്റുന്നത്? എന്നിരുന്നാലും ചില നിമിഷങ്ങളിൽ നക്ഷത്രങ്ങളുള്ള രാത്രിയുടെ ശോഭയിൽ അറിയാതെ ആകൃഷ്ടരാകുമ്പോൾ ഇതൊക്കെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് സ്വയം ഞങ്ങൾ ചിന്തിക്കുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. ആ അവസരങ്ങളിൽ ആദരവോട് കൂടിയ ഭയവും അത്ഭുതവും തോന്നിയിരുന്നു. എന്നാൽ അവ ക്ഷണികവും പെട്ടെന്ന് മാഞ്ഞു പോകുന്നതും ഒന്നുമായിരുന്നു. നമ്മളിതൊക്കെ വീരവാദങ്ങളൊക്കെ മുഴക്കും, നമ്മള് എല്ലാ തന്തയ്ക്കുകളൊക്കെ നടത്തും, അമ്പലത്തിന്റെ മുന്നിന്നും പള്ളിന്റെ മുന്നിന്നൊക്കെ നമ്മൾ ചെയ്യും. പക്ഷേ ഇതെല്ലാം ആണെങ്കിൽ പോലും ഈ രാത്രിയുടെ നക്ഷത്രങ്ങളുടെ ശോഭയിലൊക്കെ നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് തോന്നും, ആരൊക്കെയോ ഇതിന്റെ ഒരു പ്രപഞ്ച ശക്തിയെ നിയന്ത്രിക്കുന്ന ഒരു മഹത്തായ ശക്തി ഉണ്ട്, നമ്മളതിനെ നിഷേധിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളൊരു ഭയപ്പാടോട് കൂടി ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ ഇതെല്ലാം ആണെങ്കിലും അതിനോടൊക്കെ ഭയങ്കര ആദരവും ഭയവും ഇതൊക്കെ നമ്മൾ കാണിക്കുകയും ചെയ്യും. പക്ഷെ ഇതൊക്കെ വളരെ ക്ഷണികമായിരുന്നു, അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആ യുക്തിവാദം തലയിൽ കയറിയിട്ട് ഇതൊക്കെ മാഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മളുടെ വലിയൊരു ചാലഞ്ച് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതെ, ശരിയാണ്, നാസ്തിക പ്രകൃതക്കാരായ ഞങ്ങൾക്കെല്ലാം തന്നെ ഇതുപോലെ വിചാരങ്ങളും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളത് നിങ്ങളെ ആവർത്തിച്ചിട്ടുള്ള അറിവിനായിട്ട് വിവരിക്കുകയാണ്. കാരണം മുൻവിധികൾ മാറ്റി എപ്പോൾ ഞങ്ങളെക്കാൾ വലിയൊരു ശക്തിയെ വിശ്വസിക്കാനുള്ള ആഗ്രഹം ഞങ്ങൾ പ്രകടിപ്പിച്ചുവോ അപ്പോൾ മുതൽ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പൂർണ്ണമായും ദൈവം എന്നൊരു ശക്തിയെ നിർവചിക്കാനോ ഗ്രഹിക്കാനോ കഴിഞ്ഞിട്ടില്ലെങ്കിലും അതിന്റെ ഫലം കിട്ടാൻ തുടങ്ങി എന്നുള്ളതാണ്. അല്ലെ, നമ്മളിതൊക്കെ എല്ലാ മുൻവിധികളും ഏറ്റുമുട്ടലുകളൊക്കെ നമ്മൾ അവസാനിപ്പിച്ച് നമ്മളെ കീഴ്പ്പെടാൻ തയ്യാറാകുന്നത് വരെ ഫലം നാസ്തിയായിരുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് അല്പം ഒന്ന് നമ്മളൊന്ന് എന്താ പറയാ, നട്ടല് വളഞ്ഞ് ഒന്ന് നമ്മളെ കീഴ്പ്പെടാൻ തയ്യാറായപ്പം ഈ പറഞ്ഞ മാതിരിയുള്ള എല്ലാ വള്ളിപുള്ളി ചേർത്തുകൊണ്ട് ഇതിനൊന്നും വിവരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും അല്പം നമുക്ക് അതിന്റെ ഫലങ്ങളൊക്കെ കിട്ടാൻ നമുക്ക് തുടങ്ങി എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പൊ അതാണ് നമ്മളെ മുന്നിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. എല്ലാ നിരീശ്വരവാദവും എല്ലാ വില്ലനും എല്ലാ എന്താ പറയാ തോന്നിയാസവും ചെയ്തു നടന്ന ആളാണെങ്കിൽ പോലും അയാൾക്ക് ചെറിയ രീതിയിലുള്ള ചില ഫലങ്ങൾ കിട്ടാൻ തുടങ്ങുമ്പോൾ അയാൾ പതിയെ 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 അയാൾ ആ ഒരു ഇതിലേക്ക് കടക്കുന്നതായിട്ട് നമുക്ക് തോന്നും. മറ്റുള്ളവരുടെ ധാരണയിലുള്ള ദൈവത്തെ ഒന്നും നമ്മൾ പരിഗണിക്കപ്പെടേണ്ട കാര്യമില്ല എന്ന് നമ്മളോട് പറയുന്നത് വലിയൊരു ആശ്വാസമാണ്. കാരണം വേറെ ആളുകൾ ഏതോ ദൈവത്തെ വിശ്വസിച്ചോട്ടെ, പക്ഷെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ബില്ലിനോട് പറഞ്ഞ പോലെ നിനക്ക് എന്തുകൊണ്ട് നിന്റെ തന്നെ ധാരണയിലുള്ള ഒരു ദൈവത്തെ നിനക്ക് വിശ്വസിച്ചുകൂടാ ബില്ല് എന്ന് ചോദിക്കുന്ന ആ ചോദ്യം, ഏതൊരു മഞ്ഞുമലയുടെ കീഴിലാണ് ഞാൻ ഇത്രയും കാലം എൻ്റെ ആ സന്തോഷവും സുഖവും എല്ലാം ഞാൻ അനുഭവിച്ചത് ഒരു നിമിഷ നേരം കൊണ്ട് അലിഞ്ഞില്ലാതായി തീരുന്നതായിട്ട് എനിക്ക് തോന്നി. ഒരു പുതിയൊരു പ്രകാശം എൻ്റെ മുകളിൽ വരുന്നതായിട്ട് തോന്നി എന്നൊക്കെ ബില്ലിന്റെ കഥയിൽ നമ്മൾ വായിച്ചതാണ്. അപ്പൊ അത് എനിക്ക് വലിയൊരു ആശ്വാസം നമുക്ക് എല്ലാവർക്കും തോന്നി. അതാണ് ഈ ഒരു വലിയൊരു അട്രാക്ഷൻ ആണത് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ. അപ്പൊ അതുകൊണ്ട് തന്നെ
എന്താ പറയാ, ദൈവത്തെ സമീപിക്കുന്നതിനും ആ ശക്തിയുമായുള്ള സമ്പർക്കം പുലർത്തുന്നതിനും അത് മതിയാകുമായിരുന്നു. ഈ ഒരു ആശയം സൃഷ്ടിന്മുഖമായ ഒരു സത്തയുടെ അഥവാ സമഗ്രമായി എല്ലാ വസ്തുക്കളുടെയും നിദാനമായ ഒരു പ്രപഞ്ച ശക്തിയുടെ നിലനിൽപ്പ് അംഗീകരിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ഒരു പുതിയ ഉണർവ് ഉൾക്കൊള്ളുന്നവരും കൂടുതൽ ലക്ഷ്യബോധമുള്ളവരുമായി മാറി. നമുക്ക് സമഗ്രമായ ഒരു ചിത്രം, അത് എല്ലാത്തിനും ആധാരമായിട്ടുള്ള ഒരു ശക്തി ഉണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് വന്നപ്പോ തന്നെ, അത് അംഗീകരിച്ചപ്പോ തന്നെ നമുക്കൊരു പുതിയൊരു ഉണർവൊക്കെ നമ്മളിൽ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് പതിയെ പതിയെ തോന്നി. അപ്പൊ ഇതിന് മറ്റു ചില ലളിതമായ നടപടികൾ മാത്രമേ എടുക്കേണ്ടിയിരുന്നുള്ളൂ. കാരണം എന്താ, തന്നെ തേടുന്നവരോട് ദൈവം അതികഠിനമായ വ്യവസ്ഥകളൊന്നും ആവശ്യപ്പെടുന്നില്ല എന്ന് നമ്മൾ കണ്ടു അല്ലേ. നമ്മളോട് വല്ലാതെ ഒരു നിർബന്ധമോ കണ്ടീഷൻസ് ഒന്നും നമ്മളോട് ആവശ്യപ്പെടുന്നില്ല ദൈവത്തിൽ വിശ്വസിക്കുന്നതിന്റെ കാര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ആത്മീയ തലം എന്നാൽ വിസ്തൃതവും എല്ലാത്തിനും ഉൾക്കൊള്ളുന്നതും ഒന്നിനെയും തള്ളിക്കളയാത്തതുമായ, ആത്മാർത്ഥമായി അന്വേഷിക്കുന്ന ആരെയും തടയാത്തതുമായ ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതല്ലാതെ നിങ്ങൾ ഇങ്ങനെ നടക്കണം, തലകുത്തി നിൽക്കണം, ചമ്രം വടിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കണം, ഇതൊന്നും നമ്മളെ ഇതിൽ രാവിലെ എന്താ പറയാ 3:40 തന്നെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീക്കണം, 5 നേരം ഇതൊന്നും നമ്മുടെ ഇവിടുത്തെ വിഷയമല്ല. നിങ്ങൾ ദൈവം എന്ന് പറയുമ്പം തൂണിലും തുരുമ്പിലും എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രപഞ്ച ശക്തിയായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു രീതിയായിട്ടാണ് എയുടെ ദൈവം നമ്മളെ ഈ ഒരു ആശയം നമ്മളിലേക്ക് എത്തിക്കുന്നത്. അപ്പം എല്ലാ മനുഷ്യർക്കും വേണ്ടി തുറന്നു കിടക്കുന്ന ഒന്നാണ്, അതെന്ന് നമ്മൾ വിശ്വസിക്കുക. അതുകൊണ്ട് ദൈവത്തെ പറ്റി ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അർത്ഥമാക്കുന്നത് നിങ്ങളുടെ തന്നെ ധാരണയിലുള്ള ദൈവത്തെയാണ്. ആത്മീയമായി ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾ കാണുന്ന എല്ലാ ആശയങ്ങൾക്കും ഇക്കാര്യം ബാധകമാണ്. എവിടെയൊക്കെ ദൈവം 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 എന്നൊക്കെ പറയുമ്പോൾ എന്താ ഈ പുസ്തകത്തിൽ ഇതിങ്ങനെ പറയണമെന്നുള്ള ഒരു തർക്കം പലപ്പോഴും ചില വായനയിലൊക്കെ നമ്മളുടെ ഇടയിൽ വിഷയാവതരണത്തിലൊക്കെ കടന്നു വരാറുണ്ട്. അത് നമുക്ക് അങ്ങനെ ചിന്തിച്ചാൽ മതി. കോഡ് എന്ന് പറയുമ്പം എയില് പല പുസ്തകങ്ങളിലും വിശദീകരിക്കുന്ന ഒരു വാക്കുണ്ട്, ഗ്രൂപ്പ് ഓഫ് ഡ്രങ്ക്സ്. അതായത് ഒരു കൂട്ടം മദ്യപാനികളുടെ ആ ഒരു കൂട്ടത്തെ നിങ്ങൾക്ക് ദൈവമായിട്ട് കാണാം. കാരണം അനുഭവശക്തിയും പ്രതീക്ഷയൊക്കെ പരസ്പരം പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മറ്റാളുകളും സുബോധത്തിലേക്ക് കടക്കുന്നത് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഡ്രങ്ക്സിന്റെ ഭാഗമായിട്ടാണ്. അതല്ലെങ്കിൽ ഗുഡ് ഓർഡർലി ഡയറക്ഷൻ എന്ന് പറയും, നല്ല രീതിയിൽ അത് ഡയറക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അതല്ലെങ്കിൽ ജനറേറ്റർ, ഓർഗനൈസർ, ഡിസ്ട്രോയർ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് കാണാം. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ദൈവം എന്ന പദത്തെ നമുക്ക് കാണാം എന്ന് നമ്മളോട് എയുടെ പല പുസ്തകങ്ങളും പല രീതികളിൽ പറയുന്നു. അപ്പം ആത്മീയ കാര്യങ്ങൾക്കെതിരെ മുൻവിധികളൊന്നും തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് അർത്ഥമാക്കുന്നില്ല എന്നാണ് എന്ന് സ്വയം ചോദിക്കുന്നതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കരുത്. തുടക്കത്തിൽ ഇത് മാത്രമായിരുന്നു നമ്മൾക്ക് വേണ്ടി വന്നത്. കാരണം നമ്മളുടെ ആത്മീയ വളർച്ച ആരംഭിക്കുന്നതിനും നമ്മൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ദൈവവുമായിട്ടുള്ള ബോധപൂർവമായ ബന്ധം പൂർണ്ണമായി പ്രാവർത്തികമാക്കുന്നതിനും തുടക്കത്തിൽ ഇത് മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യം ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഓരോരുത്തരും എത്രമാത്രം സങ്കീർണതയോട് കൂടിയാണ് ഒരു വിഷയത്തെ നമ്മൾ സമീപിക്കുന്നത് അല്ലെ. പലപ്പോഴും ഒരു ദൈവം എന്നൊക്കെ പറയുമ്പോൾ ഹായ് ഹൂയ് എന്നൊക്കെ നമ്മളെല്ലാവരും ഇന്നിപ്പോ ഞാൻ ഭയങ്കര വിശ്വാസിയാണ്, ഞാനിപ്പോ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, മുമ്പ് ഞാൻ വിശ്വസിച്ചിരുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് നോക്കുമ്പോൾ നമ്മൾ ശരിയായൊരു വിശ്വാസി ആയിരുന്നോ, ആണോ, ഇപ്പോഴും ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് നമുക്ക് ഒരുപാട് സംശയങ്ങൾ വീണ്ടും വരുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മളുടെ പടികളിൽ നമ്മൾ മൂന്നാമത്തെ പടിയൊക്കെ വിട്ടുകൊടുക്കാനും ഒക്കെ നമുക്ക് കഴിയാതെ വരുന്നത് ഈ ഒരു മൂലക്കല്ല് യഥാർത്ഥ സ്ഥാനത്ത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പൊ അതൊക്കെ പൂർണ്ണമായിട്ട് ഉറപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു അധ്യായത്തിലൂടെ നമ്മുടെ രണ്ടാമത്തെ പടിയെ നമ്മൾ പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ ശ്രമിക്കേണ്ടത്. അപ്പം ഇത്ര മാത്രമേ നമുക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിനുശേഷം എന്താ പറയാ, അതീതമാണെന്ന് കരുതിയിരുന്ന പലതും, അസാധ്യമാണെന്ന് തോന്നിയ പലതും ഞങ്ങൾ സ്വയം സ്വീകരിച്ച് തുടങ്ങിയതായിട്ട് കണ്ടു. അത് വളർച്ചയായിരുന്നു. വളരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും തുടങ്ങണമായിരുന്നു. അതുകൊണ്ട് എത്ര തന്നെ പരിമിതമാണെങ്കിലും ഞങ്ങളുടെ സ്വന്തം ധാരണ നമ്മൾ ഉപയോഗപ്പെടുത്തി. നമ്മൾ വേറൊരാള് പറയുന്നതോ അതൊന്നും നമുക്ക് ഇവിടെ പ്രാക്ടിക്കൽ അല്ല. വേറെ ആളുകൾ ചിലപ്പം പല ധ്യാനം, യോഗ, പല പരിപാടികളും നടക്കുന്നുണ്ടാവും. അതൊന്നും മറ്റു ചില ആളുകൾക്ക് ചിലപ്പോൾ പ്രാക്ടിക്കൽ ആവില്ല. അയാൾക്ക് ചിലപ്പം
വേറെ മാർഗങ്ങളായിരിക്കും. അപ്പൊ അതാണല്ലോ ഭഗവത്ഗീത ഒക്കെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് പറയാവുന്ന 18 അധ്യായങ്ങളും 18 മാർഗങ്ങളെ കുറിച്ചാണല്ലോ പറയുന്നത് അല്ലെ. ഇപ്പം സംഖ്യായോഗം അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെ. പല രീതിയിൽ ഇപ്പൊ അത് ഇവിടുത്തെ വിഷയം അല്ലെങ്കിൽ പോലും ഒരു ഉദാഹരണത്തിന് പറയുകയാണ്. സംഖ്യായോഗം എന്ന് പറഞ്ഞത് ഗീതയിൽ പറയുന്നത് തന്നെ സംഖ്യായോഗമാണ്. എണ്ണി എണ്ണി പറഞ്ഞു കൊടുക്കുകയാണ്. പ്രപഞ്ചത്തിലുള്ള എല്ലാ കല്ലും മുള്ളും എല്ലാ സാധനത്തിനെയും എണ്ണി എണ്ണി പറഞ്ഞു കൊടുത്തത് അതൊക്കെ ദൈവമാണെന്ന് ഉദാഹരിക്കുകയാണ്. അത് പോരാ, അത് പറഞ്ഞപ്പോൾ ആ പുള്ളിക്ക് മനസ്സിലായില്ല. അപ്പൊ എന്നാ ശരി, അടുത്തൊരു കാര്യം ചെയ്യാം, നമുക്ക് കർമ്മയോഗം കൊടുക്കാന്ന് പറഞ്ഞിട്ട് 3-ാമത്തെ അധ്യായത്തില് കർമ്മങ്ങളെ കുറിച്ചിട്ട് പറയുകയാണ്. അപ്പൊ ഗാന്ധിജീനെയൊക്കെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ആ അധ്യായമാണ്. അപ്പൊ അത് കർമ്മമാണ് ദൈവം എന്ന് പറഞ്ഞു. പക്ഷെ അത് മനസ്സിലാകാതെ വന്നു പുള്ളിക്ക്. അപ്പോഴാണ് ജ്ഞാനയോഗം പറയാം, അറിവാണ് ദൈവം എന്നുള്ള രീതിയിൽ ഭഗവാൻ പറഞ്ഞു. അവിടെയും നിന്നില്ലല്ലോ, പിന്നെയാണ് അറിവും കർമ്മവും കൂടി വേണം. ജ്ഞാനകർമ്മ സന്യാസ യോഗം എന്ന് പറഞ്ഞിട്ട് വേറൊരു യോഗത്തിൽ പറഞ്ഞു. അങ്ങനെ ഞാനത് ഉദാഹരണം പറയുകയാണ്. അങ്ങനെ എന്തിനു പറയണം, അക്ഷര ബ്രഹ്മയോഗം എന്ന് പറയുന്നത് അക്ഷരമാണ് യോഗം അല്ലെങ്കിൽ ദൈവം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, ഒരിക്കലും നശിക്കാത്തത് എന്നുള്ള രീതിയിലൊക്കെ ഭഗവാൻ അർജുനന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഭഗവത്ഗീതയില് ഓരോരോ കാര്യങ്ങൾ, ധ്യാനയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് രാജയോഗം ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇപ്പോഴും ദൈവം എവിടെയാന്ന് ചോദിക്കുന്ന അവസ്ഥ പലരിലും നമ്മൾ കണ്ടിട്ടുമുണ്ട്. അപ്പൊ അതൊക്കെ പോട്ടെ, ഇവിടെ നമ്മളോട് പറയുന്നത് നിങ്ങളുടെ തന്നെ ധാരണ ഉപയോഗപ്പെടുത്തുക, മറ്റുള്ളതൊന്നും നിങ്ങൾ അനുവർത്തിക്കണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്വാതന്ത്ര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അത്ഭുതം തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പം ഉണ്ണി 46-ാമത്തെ പേജിലെ ഈ ഫസ്റ്റ് പാരഗ്രാഫ് വരെയാണ് നമ്മളിന്ന് വായിച്ചത് എന്നുള്ളതൊന്ന് ഓർമ്മപ്പെടുത്തണം. ബാക്കി നമുക്ക് അടുത്ത ശനിയാഴ്ച നോക്കാം. ഏതായാലും ഇത്രയും നേരം കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം പറയുന്നു. നമ്മുടെ സമയം 12:05 ബാക്കിയുള്ള സമയം നമുക്ക് എല്ലാവർക്കും അതിന് ഇന്ന് വായിച്ച കാര്യങ്ങളും മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കുകയും ചർച്ച ചെയ്യാനുള്ള സമയമായിട്ട് നമുക്ക് മാറ്റിവെക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തട്ടെ. ഉണ്ണി, താങ്ക് യു.